സ്ത്രീകൾ കിടപ്പറയിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ അവർ തങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനോടോ ലിവിങ് ടുഗദർ പങ്കാളിയോടോ ഒരിക്കലും തുറന്നു പറയുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത്. എന്താണ് സാധാരണഗതിയിൽ സ്ത്രീകൾ ഈ പുരുഷന്മാരിൽ നിന്നും ഒളിച്ചു വയ്ക്കുന്ന പരാതികൾ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രധാനപ്പെട്ട ഒരു പരാതിയായിട്ട് പറയുന്നത് ജാക്ക് ഹാമറിങ് പോലുള്ള കാര്യങ്ങളാണ്. എന്താണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യന്ത്രത്തെ പോലെ വളരെ സ്പീഡിൽ കിടപ്പറയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായിട്ടും വളരെ വേഗതയിലുള്ള ഈ ഒരു പ്രവർത്തനം മിക്കവാറും സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും അവർക്ക് വേദന ഉളവാക്കുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പല പുരുഷന്മാരും ലൈംഗിക പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയോ ആ പങ്കാളിയുടെ അടുത്ത് തുടർന്ന് ബന്ധം പുലർത്താൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ ഈ പുരുഷന്മാരുടെ ഈ അമിതമായ വേഗതയെക്കുറിച്ച് ഒരിക്കലും തന്നെ പങ്കാളികളോട് പരാതി പറയാറില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയാറില്ല. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. പലർക്കും അണുബാധകൾ ഉണ്ടാകാറുണ്ട്. രഹസ്യഭാഗങ്ങളിൽ ചെറിയ ചെറിയ മുറിവുകളും അസ്വസ്ഥതകളും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് പുരുഷന്മാരെ കിടപ്പറയിൽ പുലർത്തുന്ന നിസ്സംഗത അല്ലെങ്കിൽ നിശബ്ദത ആണ്. അതായത് പുരുഷന്മാർ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്നാൽ സ്ത്രീകളോട് അവർ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിലുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട് എന്ന് ഒരിക്കലും പറയാറില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ബെഡ്റൂമിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെയും അവൾ ചെയ്യുന്ന കാര്യത്തെ അംഗീകരിക്കുക, പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പുരുഷന്മാർ അങ്ങനെയൊന്നും പറയുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല, പരിപൂർണമായിട്ട് ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നു. ഇത് ഭയങ്കര ആശയവിനിമയത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും അത് വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്നുമാണ് ഭൂരിഭാഗം പെണ്ണുങ്ങളും പറയുന്നത്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പുരുഷന്മാരുടെ അവരുടെ അവയവത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നവരാണ്. വലിപ്പം കുറഞ്ഞു പോയോ, സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് തങ്ങളുടെ അവയവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഭയങ്കര ഒരു സംശയവും പരാതിയും ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചിന്തയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവരുടെ കിടപ്പറയിലെ പ്രകടനം മോശമാകുകയും സ്ത്രീക്ക് സംതൃപ്തിയിലേക്ക് സന്തോഷം കിട്ടുന്ന മറ്റു പല കാര്യങ്ങളിലേക്ക് ബോധപൂർവ്വം ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിയുമില്ല. അതുകൊണ്ട് ഈ അവയവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത പല പുരുഷന്മാരുടെയും പ്രശ്നമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇത് ബെഡ്റൂമിലുള്ള അവരുടെ സ്നേഹത്തെയും പ്രകടനത്തെയും ബാധിക്കുന്നു എന്നുമുള്ളതാണ് സ്ത്രീകളുടെ ഒരു പരാതി. ഇനി അടുത്ത ഒരു പരാതി എന്ന് പറയുന്നത് ബന്ധപ്പെടുന്നതിന് മുൻപുമുള്ള ഫോർ പ്ലേ അല്ലെങ്കിൽ ആഫ്റ്റർ പ്ലേ, ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു ഓർഗാസത്തിലേക്കോ അവൾക്കൊരു പരിപൂർണമായ റിലാക്സേഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മിക്കവാറും സമയങ്ങളിൽ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല എന്നുള്ളത് തന്നെയാണ്. കിടപ്പറയിലെ ഇവരുടെ പ്രകടനത്തെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ തങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യുവാനൊക്കെ സ്ത്രീകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ പലപ്പോഴും പറയാറില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീയെ സംശയ ദൃഷ്ടിയോടെ കാണുന്ന ഒരു പ്രവണത പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ധാരാളമായിട്ടുണ്ടാകാറുണ്ട്. എന്താ, നിനക്കിതിൽ എക്സ്പീരിയൻസ് ഉണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതായത് പുരുഷൻ്റെ ഈഗോ മുറിപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊന്നും പുരുഷന്മാരോട് പറയാറില്ല. അടുത്ത ഒരു കാര്യമായിട്ട് പറയുന്നത് സ്ത്രീകൾ ഒളിച്ചു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് എന്നും ഒരേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള പൊസിഷന് ഇല്ലെങ്കിൽ ഒരേ ശൈലിയിലുള്ള ആവർത്തനം ഒരേ സ്ഥലത്ത് തന്നെ ചെയ്യുക. അതായത് പുതുമകളൊന്നും പരീക്ഷിക്കാതെ, പലപ്പോഴും നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുറച്ചൊക്കെ ചെറുപ്പക്കാരൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത്. അല്ലാതെ ഒരു പുതുമ കൊണ്ടുവരണമെന്ന് പല പുരുഷന്മാരും ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിക്കാറില്ല, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കാറില്ല. അപ്പം എന്നും ഒരേ ശൈലി പലപ്പോഴും സ്ത്രീകൾക്ക് ബോറടി തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ചിലപ്പോഴെങ്കിലുമൊക്കെ സ്ത്രീകൾ പറയുന്ന ഒരു പരാതി,
പുരുഷന്മാർ അനങ്ങാതെ കിടക്കണം എന്നുള്ളതാണ്. അതായത് സ്ത്രീകളൊക്കെ മുകളിലേക്കൊക്കെ വരുന്ന ആ ഒരു പൊസിഷനൊക്കെ സ്വീകരിക്കുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും പുരുഷന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഈ ചലനങ്ങൾ സ്ത്രീകൾക്ക് അസ്വസ്ഥയുണ്ട്. അതായത് അത്രയും ചില സമയങ്ങളിലൊക്കെ ഒന്ന് അനങ്ങാതെ ഇവർ കിടക്കണം എന്നാണ് സ്ത്രീകൾ പറയുന്നതെന്നാണ് വിദേശ രാജ്യങ്ങളിൽ നടത്തിയ ഒരു പഠനത്തിൽ ചില സ്ത്രീകളൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ വലിയൊരു പരാതിയാണ് ഉത്തേജക മരുന്നുകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വയാഗ്ര പോലെയുള്ള മരുന്നുകൾ പലപ്പോഴും പുരുഷന്മാർ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ തുടർന്ന് പുരുഷന്മാർ കൂടുതൽ സമയം ബന്ധത്തിൽ ഏർപ്പെടുന്നതും മുഖം ചുവക്കുക, ഇവരുടെ ശാരീരികമായ ചില പ്രവർത്തനങ്ങൾ, ഇതൊക്കെ സ്ത്രീക്ക് കൂടുതൽ ആയാസം ഉണ്ടാക്കുകയും ഇവർക്ക് ഈ ഒരു കാര്യത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടാൻ തന്നെ ഇടയാക്കുന്നു. അതായത് മരുന്ന് കഴിയുമ്പോഴുണ്ടാകുന്ന അമിതമായ ആവേശം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി മരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളോ ഒന്നും പരീക്ഷിക്കാത്ത ഒരു സാധാരണ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അശ്ലീല സൈറ്റുകൾ കാണുകയും അതിനകത്തുള്ളതുപോലെ തന്നെ തങ്ങളുടെ പങ്കാളികൾ ചെയ്യണം, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ശരീരം കണ്ടോ അതുപോലത്തെ ആഹാര വടുവ് വേണം, അതുപോലത്തെ ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വണ്ണമുള്ള ശരീരപ്രകൃതിയുള്ളവരാണ്. അപ്പോൾ പലപ്പോഴും ഇത്തരം വീഡിയോകളിൽ കാണുന്നത് വിദേശ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് അതുപോലെ മെലിഞ്ഞ ശരീരം വേണം, അത്തരത്തിലുള്ള വളവ് വേണം, ഇങ്ങനെ ഒടിഞ്ഞിരിക്കണം, സ്ത്രീകളുടെ ശരീരം ഇങ്ങനെയാകാൻ പാടുള്ളൂ, അപ്പോൾ നീ വണ്ണം കുറയ്ക്കുക, ഫുഡ് കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ മറ്റ് സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുകയും ഈ പോൺ സൈറ്റിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തങ്ങളുടെ പങ്കാളിയോടൊത്ത് നിരന്തരം ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് സിനിമയാണ്, അല്ലെങ്കിൽ അതൊക്കെ വീഡിയോ ആണ്, ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നവർ വേണം ഇത്തരം ദൃശ്യങ്ങളെ കാണാൻ എന്ന് ചിന്തിക്കാതെ അതിലുള്ളതൊക്കെ യഥാർത്ഥമാണെന്ന് ചിന്തിച്ച് അതിൽ നടത്തുന്ന പോയ പരീക്ഷണങ്ങൾ സ്വന്തം പങ്കാളിയിൽ ഒരു തവണയൊന്നുമല്ല, അടിക്കടി ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിചിത്രമായ പരീക്ഷണങ്ങൾ നടത്താൻ മുതിരുന്ന പല പുരുഷന്മാരുമുണ്ട്. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല, ഗുദഭോഗം. അത് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. താല്പര്യമുണ്ടെന്നൊക്കെ കുറേ വീഡിയോകൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായ പല പരീക്ഷണങ്ങളും സ്ത്രീകൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് കിടപ്പറയിൽ തങ്ങളുടെ ബന്ധത്തെ ബാധിക്കുമെന്ന് വിചാരിച്ച് പുരുഷന്മാരോട് തുറന്ന് പറയാതെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ സ്ത്രീകൾ മാത്രമുള്ള സദസ്സിൽ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടൊക്കെ ഹൃദയത്തിൽ ഉറപ്പുള്ളവരോട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോടൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുന്ന കിടപ്പറയിലെ പരാതികൾ. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ശ്രമിക്കും കേട്ടോ. താങ്ക് യു.